അനുവൻകുമാർ അസോസിയേറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ അനുവൻകുമാർ അസോസിയേറ്റിലെ അനുവിന്റെ വീടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വെറും 5 സെന്റ് 2500 സ്ക്വയർ ഫീറ്റിൽ പണിഞ്ഞൊരു വീടാണ്. കൂടാതെ 3 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. നമുക്കിനി ഈ വീടിന്റെ ആർക്കിടെക്ചർ കൺസൾട്ടന്റും ഓണറുമായി അനുവേട്ടനോട് ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. നമ്മൾ ഈ വീട്ടിൽ നിന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് നേരിട്ട് കയറുന്നത് ലിവിങ്ങിലേക്കാണ്. ഈ ലിവിങ് ഏരിയയിൽ നമുക്ക് ടി വി യൂണിറ്റ് ഈ ഏരിയ തന്നെയാണ്. അതായത് ഈ വീടിൻ്റെ ഫ്രണ്ട് വശം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. പിന്നെ ലിവിങ്ങിൽ തന്നെ നമുക്ക് വരുന്നതാണ് ഈ ഫോൾഡിങ് ഡോറ്. ഈ ഫോൾഡിങ് ഡോറ് നമ്മൾ തുറന്ന് നമുക്ക് ഒരു കോർട്ട്യാർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇവിടെ പുറത്ത് ഇരുന്ന് വായിക്കാനും പിന്നെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് തുറന്നിടുമ്പോൾ ഇവിടെ നല്ല വെന്റിലേഷനും കാറ്റും നമുക്ക് ഈ ലിവിങ്ങിലേക്ക് ഡൈനിങ്ങിലേക്ക് എല്ലായിടത്തേക്ക് എത്തുകയും ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ ഒരു ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഒരു 3-4 പേർക്ക് നമുക്കിവിടെ വീട്ടിലിരിക്കാനും മറ്റുള്ള കാര്യത്തിനും വേണ്ടി നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു ഓപ്പൺ കോർട്ട്യാർഡ് ആയതിനെക്കൊണ്ട് നമുക്ക് മഴ പെയ്താലൊന്നും നമുക്ക് വലിയ പ്രശ്നമില്ല. പുറത്തേക്കാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് ഞങ്ങൾ ചെയ്തത് ഐരൺ കിച്ചണാണ്. ഈ ഐരൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മളിവിടെ ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം എല്ലാവരും ഓപ്പൺ കിച്ചണാണ് ചെയ്യുക. അതായത് ഒരു സൈഡിലേക്ക് ഫുഡ് ആൻഡ് ഹോബൊക്കെ കൊടുത്തിട്ട്. പക്ഷേ ഇങ്ങനത്തെ ഐരൺ കിച്ചൺ നമ്മളിവിടെ ചെയ്യാറുണ്ട്, പക്ഷേ വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങളത് ആദ്യമേ തീരുമാനിച്ചതാണ് ഐരൺ കിച്ചൺ വേണം. ഈ ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്തതാണ്. കാരണം ഇത് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഓൾറെഡി ആ കബോർഡിനോട് ചേർത്ത് ഇൻഡസ്ട്രിയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 8x4 വലിയ ടൈലെടുത്തിട്ട് നമ്മൾ 45 ഡിഗ്രിയിൽ ചാംഫർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്തത്. ഇതിൻ്റെ മുകളിൽ WPCയിൽ മൊത്തം നമ്മൾ ആദ്യം കവർ ചെയ്യും. എന്നിട്ട് നമ്മൾ ജമ്മിൽ ടൈലൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് അത്യാവശ്യം നല്ല കോസ്റ്റ് ആവും. ഫ്രിഡ്ജ് നമ്മൾ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ വെച്ചത്. പിന്നെ ഇതൊരു ട്രോളി യൂണിറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റോർ റൂമൊന്നുമില്ലെങ്കിലും ഒരു സ്റ്റോർ റൂമായിട്ട് അത്രയ്ക്കും നമുക്ക് സ്പേസ് സാധനങ്ങളെല്ലാം നമുക്ക് ഇതിൽ കൊള്ളും. ഇതിലെ വർക്ക്മാൻഷിപ്പൊക്കെ വളരെ പ്രാധാന്യമാണ്. ഇതിലെ ഹിഞ്ചസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി എടുക്കണം. കാരണം വിപണിയിൽ പല ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് ചെറുതാണ് കൊടുത്തത്. കാരണം ആ സ്പേസേ നമുക്കിവിടെ ഉള്ളൂ. വലിയ സിങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ അവിടെ സൈഡിൽ വെച്ച് പോകും. അപ്പോൾ അതിനുകൊണ്ടാണ് ഇത് ചെറിയ സിങ്ക് കൊടുത്തത്. ഇത് സെൻട്രൽ ബീം സ്റ്റെയറാണ്. ഇത് ഞങ്ങളുടെ വീഡിയോയിൽ ഇതിന് മുന്നേ ഞങ്ങൾ ഇട്ടതാണ്. ഇതിനെക്കുറിച്ച് കുറേ ആൾക്കാർ നമ്മളോട് ഡീറ്റെയിലിങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കൂടി ഞങ്ങൾ അടുത്തൊരു ഇതിൽ ഇടുന്നതാണ്. പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ മുകളിൽ വുഡൻ പാനലിങ് ചെയ്തതാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ പെയിൻറ്റിങ്ങിൽ തന്നെയാണ് തീർത്തത്. കാരണം ഇത് സാധാരണ വുഡിൽ പാനൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇത് കോൺക്രീറ്റിൽ പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ട് മുകളിൽ മാത്രം പലക ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് ചെയ്ത് പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് കൺമറയാണ് ഇതിന് പ്രാധാന്യം, എവിടെയാണോ നമുക്ക് ലെവൽ കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണം. നമ്മളിത് കറക്റ്റ് ഒരു സ്റ്റെപ്പ് കറക്റ്റ് അളവ് വെച്ച് തോത് വെച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ എൻഡിങ്ങിലെത്തുമ്പോൾ സ്ലാബിന് ഈ കനം കിട്ടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയാണോ സ്ലാബ് കിട്ടുന്നത് അതിനെ നൈസായിട്ട് നമ്മൾ തേക്കാനേ പറ്റുള്ളൂ. അത് നമ്മൾ കറക്റ്റ് ഒരു ഭാഗത്ത് 17,000 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഒരു 1/2 സെൻറ്റിമീറ്റർ കുറയും. പക്ഷേ എന്നാലും നമ്മൾ ആ പ്ലാസ്റ്റിക്കിന് അതേ രീതിയിൽ തേക്കാൻ പറ്റുള്ളൂ. ഇത് കൺമറിക്കാണ് അതിന് മെയിൻ പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് ദിശ വെച്ചിട്ടാണ് നമ്മൾ ഈ പൂജാ റൂം സെറ്റ് ചെയ്തത്. അത് ഒരു ചെറിയ രീതിയിൽ വിളക്ക് കത്തിക്കാറില്ല, അല്ലാത്ത രീതിയിൽ ഫോട്ടോസ് വെച്ചിട്ട് ഇതിലാണ് ചെയ്തത്. പിന്നീട് ഈ വീട്ടിൽ വന്നിട്ട് എല്ലാവരും പറഞ്ഞൊരു സംഭവം, നമ്മൾ സാധാരണ നമ്മൾ ബാൽക്കണിയിലേക്ക് കയറി പോകുന്ന പോലെയാണ് പുറത്തത്തെ ബെഡ്റൂം. വീടായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ആ ബെഡ്റൂം ചെയ്തത്. പിന്നെ ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വെന്റിലേഷനും കാര്യങ്ങളും വരും. പിന്നെ ഈ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ ബെഡ്റൂമിലേക്ക് വരും. ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം അതാണ്. ഈ ബെഡ്റൂമിൽ നിന്ന് ആണ് മെയിൻ ബാൽക്കണി. അത് ഈ വീടിന് 2 ബാൽക്കണി ബെഡ്റൂം തന്നെയാണ് കൊടുത്തത്. പിന്നീട് ഈ ബെഡും ഇതെല്ലാം നമ്മൾ WPCയിലാണ് ചെയ്തത്. പിന്നെ ഈ മൈക്കൽ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1mm നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ സൈഡിലിരിക്കാൻ ഒരു ചെറിയ ഒരു കിച്ചണും കാര്യങ്ങളും. പിന്നെ
ഇതൊരു കോർണർ വിൻഡോ ആണ്. ഈ കോർണർ വിൻഡോ പറഞ്ഞാൽ നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഹെഡ് വെക്കുന്നത്. നമുക്ക് രാവിലെ ഇതൊന്ന് കട്ടണൊന്ന് ഉയർത്തി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വെളിച്ചം മോർണിംഗിൽ തന്നെ നമുക്ക് ഇവിടേക്ക് നമ്മൾ കിടക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് കിട്ടും. പിന്നെ അത് കൂടാണ്ട് സീലിംഗ് നമ്മൾ ചെയ്തത് വുഡൻ വെനിയറാണ്. പിന്നെ ഇത് ജിപ്സത്തിൽ നമുക്ക് ഗ്ലൂ ഇട്ടതാണ് മെയിനായിട്ട്. ഇത് നമ്മൾ ചൂട് നന്നായിട്ട് കുറയും ചെയ്യും. പിന്നെ വാർഡ്രോബിനും നമ്മൾ ഈ ബെഡിൻ്റെ ഈ മെറ്റീരിയലിനാണ് നമ്മൾ വാർഡ്രോബിന് ഉപയോഗിച്ചത്. പിന്നെ ഇത് നമുക്ക് ഇതിൽ നമ്മൾ LED സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിനോട് ചേർന്നിട്ട് തന്നെ നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെതും പിന്നെ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വാച്ച് വെക്കാനും നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് കാര്യങ്ങളെല്ലാം നമുക്കൊരു വെക്കാനും. പിന്നെ അതുകൂടാതെ നമ്മൾ ഇത് മെയിനായിട്ട് ഈ ഒരു വാള് കാണുമ്പോൾ ഈ ബെഡ്റൂമിന് ബാത്റൂം ഉള്ളതായിട്ട് തോന്നുന്നില്ല, പക്ഷെ അതൊരു ബാത്റൂമാണ്. അത് നമ്മൾ ഈ ഹെഡ് ഭാഗം ആയതുകൊണ്ട് നമ്മളൊരു ബാത്റൂമിൻ്റെ ഒരു ഫീല് കിട്ടാക്കുന്ന രീതിയിൽ മൊത്തമായിട്ട് ഇത് പാൻറ്റ് ചെയ്തെടുത്തതാണ്. ഇതാണ് നമ്മൾ അവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം. ഇതിൽ നമ്മൾ ബോഡി ജെറ്റ് പിന്നെ അതേമാതിരി നമ്മൾ ഗ്ലാസും പിന്നെ അതേപോലെ സീലിങ്ങിനാണ് നമ്മൾ അതിൻ്റെ ഷവർ ഏരിയയും മറ്റു എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ 6 ബോഡി ജെറ്റാണ്. ഇത് മകളുടെ റൂമാണ്. ഇത് തന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈക്ക് തന്നെയാണ്. പിന്നെ ഇതിൽ ഗോൾഡൻ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിൽ വരുന്ന ഡോറും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മൾ അതായത് മൈക്കയുടെ എല്ലാം പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഡോറും ചെയ്യുന്നത്. ഇതിൻ്റെ അതേപോലെയുള്ള ടൈലാണ് ഇത് നമ്മൾ ഫ്ലോറിലേക്കും ഈ വാളിൻ്റെ എൻഡിങ്ങിലേക്കൊക്കെ നമ്മൾ ചെയ്തത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വെനിയറും വുഡൊന്നിൻ്റെ ജിപ്സംബോളാണ്. ജിപ്സംബോൾ തന്നെ നമ്മൾ സാധാരണ ഗ്രൂ ഇട്ടിട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തത്. ഇത് ഞങ്ങൾ മുകളിൽ ചെയ്യാൻ കാരണം ഇപ്പോൾ എല്ലാവരുടെ വിചാരം ജിപ്സംബോൾ എന്ന് പറഞ്ഞാൽ വെറും ഭംഗിക്ക് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഭംഗിക്കല്ല, നമ്മളെ ഈ സ്ലാബിൻ്റെ ചൂട് ഭയങ്കരമാണ്. അപ്പോൾ അത് നമുക്കൊരു 30% നമുക്ക് ചൂട് കുറയ്ക്കാനും ഇത് നമുക്ക് കഴിയും. ഒരു ബുക്ക് ഷെൽഫാണ് ഇത്. നമ്മൾ WPC തന്നെയാണ് ഇതും ചെയ്തത്. ഇതിലെ ഇത് വുഡൻ വെനിയറല്ല, ഇത് മൈക്കാണ്. 1mm മൈക്കാണ് തിക്ക് വരുന്നത്. ഇതൊരു ഷീറ്റിന് മൈക്കൊക്കെ തന്നെ വരും 1800 rupees. സാധാരണ നമുക്ക് 900 രൂപയുടെ 0.8 0.7 മൈക്കൊക്കെ വരും. പക്ഷേ നമുക്ക് ഈ ഒരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ 1mm മൈക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് നല്ല ക്വാളിറ്റി ഇതൊക്കെ ഫിനിഷിങ്ങിലേക്ക് വരിക. കൂടാതെ നമ്മൾ ഇതിനോട് ചേർന്നിട്ട് നമുക്ക് ഇരുന്ന് വായിക്കാനും പിന്നെ വ്യക്തനെയാണ് വിൻഡോ വരുന്നത്. നമുക്ക് തുറന്നിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റും കിട്ടും പടിഞ്ഞാറുന്ന് വരുന്നത്. പിന്നെ ഇത് ഇൻഡസ്ട്രിയൽ പൈപ്പും ആ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ വർക്കും ചെയ്തത്. മകൾക്ക് എഴുതാനും വായിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ചെയ്യുക. പക്ഷേ ഇതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിവിങ് റൂമിൽ നിന്ന് ഞങ്ങൾക്ക് താഴത്തുനിന്ന് മൊത്തമായിട്ട് ഇങ്ങോട്ടേക്കുള്ള വ്യൂ കിട്ടും. നിങ്ങൾ താഴത്ത് ഇരുന്നാലും ആ ആംഗിളിൽ നിന്ന് നമുക്ക് കുട്ടി പഠിക്കുന്ന കാര്യങ്ങളും മറ്റെല്ലാം നമുക്ക് അവിടുന്ന് ലിവിങ്ങിലെ സോഫയിൽ നിന്ന് നമുക്ക് മൊത്തമായിട്ട് കാണാൻ കഴിയും. അത് ഞങ്ങൾ ആദ്യമേ ഇതിൻ്റെ കൂടെ തന്നെ പ്ലാൻ ചെയ്തതാണ്. ഇത് സീലിംഗ് ചെയ്യുന്നത് ഫില്ലർ സ്ലാബാണ്. ഇത് നമ്മുടെ പത്തിരിച്ചട്ടിയാണ്. ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യണം. പക്ഷേ ആദ്യ കാലത്ത് ഇതിന് കോസ്റ്റ് കുറവായിരുന്നു. ഇപ്പോൾ അത് കോസ്റ്റ് കൂടും. കാരണം നമുക്ക് ഈ സ്ലാബിൻ്റെ കനം കൂട്ടണം. ഇത് 10 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ സ്ലാബിൻ്റെ കനാണെങ്കിൽ ഈ പത്തിരിച്ചട്ടിയിൽ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ഒരു ഹൈറ്റ് വരും. അപ്പോൾ നമ്മളത് സീലിങ്ങിലേക്ക് സ്ലാബിൻ്റെ കനം കൂട്ടിയിട്ട് 15 സെൻറ്റിമീറ്റർ സ്ലാബിൻ്റെ കനം വരും. അപ്പോൾ നമുക്ക് സീലിംഗ് ചെയ്യുന്ന ആ ഒരു കോസ്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് വരും. പക്ഷേ ഇത് നമുക്കൊരു നാച്ചുറൽ ലുക്കും ഉണ്ടാവും. പിന്നെ കുറേ തണുപ്പും കാര്യങ്ങളും ഉണ്ടാവും. ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ്. ഇത് പിന്നെ നമ്മൾ വർക്ക് ഏരിയ ആണെങ്കിലും ഇപ്പോഴത്തെ ഓപ്പൺ കിച്ചണിൻ്റെ ആ സ്റ്റൈലിലാണ് വർക്ക് ഏരിയ ചെയ്തത്. ഇത് നമ്മൾ പക്ക WPC തന്നെ ചെയ്തത്. എല്ലാ മെറ്റീരിയലും WPC തന്നെയാണ് ചെയ്തത്. അതായത് 7 ഡെൻസിറ്റി. ഞങ്ങൾ ഇതിൽ മെറ്റീരിയൽ ഞങ്ങൾ യാതൊരു കോംപ്രമൈസ് ഒരു പ്രൊഡക്റ്റിലും ഞങ്ങൾ ചെയ്യാറില്ല. നമുക്കത് ഓക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ മെറ്റീരിയൽ ക്വാളിറ്റിയും അതേമാതിരി വർക്ക്മാൻഷിപ്പും നല്ല ലേബേഴ്സിന് തന്നെയാണ് നമ്മൾ എല്ലാ പ്രൊഡക്റ്റിലും ഞങ്ങൾ ചെയ്യാറുള്ളത്. ഞങ്ങൾ ഇതുവരെ ചെയ്ത പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെയാണ്. ഇത് കുമാറാണ്. ഞങ്ങൾ അനുവൻ കുമാർ അസോസിയേറ്റ്സിലെ കുമാറാണത്. അദ്ദേഹം വീഡിയോയിലൊന്നും അധികം വരാറില്ല. പക്ഷെ ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ മൊത്തം ഇൻചാർജ്. നമ്മളെ ഡീറ്റെയിൽ ഡ്രോയിങ് ചെയ്താലും മെറ്റീരിയൽ സെലക്ഷനൊക്കെ ആയിരിക്കും ഞാൻ മിക്കവാറും. പക്ഷേ ഡ്രോയിങ്സിലെ എല്ലാ ഡീറ്റെയിലിങ്ങും നമ്മളത് കൊടുക്കാനും ഫുൾ സൈറ്റ് പ്രൊജക്റ്റ് വരെ നമ്മളെ വർക്കിൻ്റെ നോക്കുന്നത് കുമാറാണ്. ഞങ്ങളുടെ ഈ ചാനൽ തന്നെ കാണാം.
ഞങ്ങൾ ഏത് ടൈപ്പ് പോസ്റ്ററും ഞങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഞങ്ങളെ എക്സ്റ്റീരിയർ ക്വാളിറ്റിയിലൊന്നും നമ്മൾ ഒരു ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാറില്ല. പിന്നെ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് മെറ്റീരിയൽ എന്തെങ്കിലും മാറ്റം വരുത്താന്നുള്ള, എന്നാലും അത് മൾട്ടിവുഡ് ആയാലും WCC ആയാലും അതിലൊന്നും നമ്മൾ യാതൊരു ക്വാളിറ്റിയും കുറയ്ക്കാണ്ട് നമ്മൾ മാറ്റാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ടാവില്ല, ക്ലോസറ്റ് അങ്ങനെ സാധനത്തിലേക്ക് നമ്മൾ കുറച്ച് ചില ആൾക്കാർ റേറ്റ് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാറുള്ളത്. പിന്നെ വയറാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഹൈ ക്വാളിറ്റി ISI ഇതുള്ള സാധനം തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ഞങ്ങളധികം ട്രഡീഷണൽ ടൈപ്പും എല്ലാ ടൈപ്പ് പ്രൊഡക്റ്റുകളും ഞങ്ങൾ ചെയ്യുന്നതാണ്. ട്രഡീഷണലും പിന്നെ അതേമാതിരി കണ്ടംപററി അതേമാതിരി. പക്ഷേ ഞങ്ങൾ കണ്ടംപററി ചെയ്യുമ്പോൾ ഞങ്ങൾ കാലാവസ്ഥ വളരെ പ്രധാനമായിട്ട് നോക്കാറുണ്ട്. കാരണം ഈ കേരളത്തിൽ നിന്ന് ഇപ്പോൾ 6 മാസത്തിൽ കൂടുതൽ മഴ കിട്ടുന്ന ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള അധിക സ്ഥലത്തും കാണുന്നത് കണ്ടംപററി പറഞ്ഞിട്ട് പക്കാ കണ്ടംപററി ചെയ്ത് ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് എല്ലാ ഭാഗത്തുനിന്നും വെള്ളം വന്ന് വീട് ഒരു 6 മാസം ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് പഴയ രീതിയിലേക്ക് പോകും. പക്ഷെ ഞങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഞങ്ങളത് സൺഷെയ്ഡ് ആയാലും എല്ലാ രീതിയിലായാലും ഞങ്ങൾ വെള്ളത്തിൻ്റെ സ്ലോപ്പും എല്ലാം ഇങ്ങനെ ഒഴിവാക്കാനുള്ളത് കണ്ടിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഓരോരോ പ്രൊഡക്റ്റും ഡിസൈൻ ചെയ്യാറ്.